അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ ആദ്യ 10 ദിവസത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളുടെ പരിപൂർണ പ്രതിഫലം കരസ്ഥമാക്കാൻ, അതിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ പരിപൂർണമായി ചെയ്യാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ദുൽഹിജ്ജ ആദ്യ 10 ദിവസം, അതിലേറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് അറഫ ദിവസമാണ്. അതായത് ഈ വർഷം വരുന്ന ബുധനാഴ്ചയാണ് അറഫ ദിവസം. ബുധനാഴ്ച അറഫ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ്, മക്കയിലൊക്കെ ചൊവ്വാഴ്ചയല്ലേ അറഫ, പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ബുധനാഴ്ച അറഫ ഉണ്ടാകുന്നത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഈ അറഫ എന്നുള്ളത് ഹുവ താസിഉ ദുൽഹിജ്ജ. നമ്മൾ റമളാൻ മാസം ഉറപ്പിക്കുന്നത് പോലെ, ചെറിയ പെരുന്നാൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ, മറ്റു അറബി മാസങ്ങൾ നമ്മൾ മാസം നോക്കി നമ്മുടെ നാട്ടിൽ എന്നാണോ മാസം കാണുന്നത് അതനുസരിച്ച് പരിഗണിക്കുന്നത് പോലെ അത്താസിഉ ദുൽഹിജ്ജ, ഈ അറഫ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹിജ്ജ 9 അന്നാണ് നമുക്കുള്ള അറഫ, അന്നത്തെ സുന്നത്തായ നോമ്പ്, മറ്റു കാര്യങ്ങളെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം നമ്മുടെ അറഫ ദിവസം വരുന്ന ബുധനാഴ്ചയാണ്. നമുക്കറിയാം, അറഫ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്കെല്ലാവരും മനസ്സിലാക്കിയവരാണ്. ഒന്നാമതായി അതിന്റെ പ്രത്യേകത പറയുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിലെ അറഫ ദിവസമാണ് പരിശുദ്ധ ഖുർആനിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കും ഇസ്ലാമു ദീന എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം ഇറങ്ങുന്നത്. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങളുടെ ദീനിൽ ഇനിയൊന്നും കൂട്ടാനും ഒന്നും കുറക്കാനുമില്ല, എല്ലാം പൂർത്തീകരിച്ച് നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നു എന്ന ഖുർആൻ സൂക്തം ഇറങ്ങിയത് ഈ അറഫ ദിവസമാണ്. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, അഫ്ളലുൽ അയ്യാമി യൗമു അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പകല്, ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അത് അറഫ ദിവസത്തിന്റെ പകലാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയും അത് പരിശുദ്ധമായ റമളാൻ ശരീഫിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അത് അറഫയുടെ പകലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നുണ്ടല്ലോ, മൻ സാമ യൗമ അറഫ കാന കഫാറത്തുൽ ലിസ്സനത്തിൽ മാളിയ വസനത്തിൽ മുസ്തഖ്ബില. ആരെങ്കിലും ഒരു മനുഷ്യൻ ഈ അറഫയുടെ പകലിൽ നോമ്പനുഷ്ഠിച്ചാൽ കഫാറത്തുൽ ലിസ്സനത്തിൽ മാളിയ വസനത്തിൽ മുസ്തഖ്ബില, കഴിഞ്ഞുപോയൊരു വർഷത്തെയും വരാൻ പോകുന്നൊരു വർഷത്തെയും പാപങ്ങൾ അവനക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, മുഹറം മാസത്തിന്റെ സുന്നത്ത് നോൽബിന് പോലും എന്തില്ല, കഴിഞ്ഞുപോയ ഒരു വർഷം വരാൻ പോകുന്ന ഒരു വർഷം എന്ന് തുടങ്ങുന്ന 2 വർഷത്തിന് പ്രതിഫലമില്ല. എന്നാൽ ദുൽഹിജ്ജ മാസത്തിലെ ഈ അറഫയുടെ നോമ്പിന് അങ്ങനെ പ്രത്യേകത കൂടി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആരെങ്കിലും അറഫ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ വരുന്നൊരു വർഷം കൂടെ അവന് ആയുസ്സിനെ അള്ളാഹു നീട്ടിക്കൊടുക്കും എന്ന് ഹബീബിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാവാം. കാരണം വരുന്നൊരു വർഷത്തെ പാപം കൂടി പൊറുക്കുമെന്ന് പുണ്യ നബി പറയുമ്പോൾ വരുന്നൊരു വർഷം കൂടി അവൻ ജീവിക്കുമെന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. എന്തായാലും ഈ ദുൽഹിജ്ജ 9 അന്ന് അറഫ ദിവസം നിർബന്ധ ബുദ്ധിയോടുകൂടെ സുന്നത്തായ നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇത്ഖും മിനന്നാറാണ് ഈ അറഫ ദിവസം. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം. മാത്രമല്ല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വല്ലാതെ നിന്ദനാവുന്ന ബദർ യുദ്ധത്തിന്
ശേഷം ഇത്രമേൽ നിന്ദനും വഷളനുമാകുന്ന ഒരു ദിവസം ഇബ്ലീസിന് വേറെ ഇല്ലെന്ന്. അത്രമേൽ നിന്ദനായി മാറുന്ന ഒരു ദിവസം. കാരണം അത്രയും ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റും. ഇബ്ലീസ് വല്ലാതെ നിന്ദനും നിസാരനുമായി മാറുന്ന ദിവസമാണ് ഈ അറഫ ദുൽഹിജ്ജ 9 ദിവസം എന്നുള്ളത്. അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടെ സുന്നത്തായ നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കണം. അതോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ ദിവസം ധാരാളമായി ചൊല്ലുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ധാരാളം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ധാരാളമായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം ചൊല്ലിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ അറഫയുടെ ദിവസം നോമ്പനുഷ്ഠിക്കുകയും അതോടുകൂടെ ഈ ദിക്ർ ചെല്ലാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ നാം പറഞ്ഞു അറഫ അത് ബുധനാഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ സുബഹി മുതൽ അറഫയുടെ സുബഹി ബുധനാഴ്ചയുടെ സുബഹി മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും മയ്യത്ത് നിസ്കാരമാണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിലും ശരി, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ദിക്റുകളും ദുആകളും കഴിഞ്ഞിട്ടല്ല, സലാം വീട്ടിയ ഉടനെ നമ്മൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ദിക്ർ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലൽ സുന്നത്താണ്. ഏതുവരെ? അയ്യാമുത്ത് ശരീക്കിന്റെ ദിവസം കഴിയുന്നത് വരെ. അതായത് ബുധനാഴ്ച സുബഹിക്ക് തുടങ്ങിയാൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം ഉൾപ്പെടെ അതുവരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതോടുകൂടെ ബുധനാഴ്ച മഗ്രിബ് മുതൽ വ്യാഴാഴ്ച പെരുന്നാൾ നമസ്കാരം വരെ തുടർച്ചയായി തക്ബീറുകൾ ചൊല്ലലൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ പെരുന്നാൾ ദിവസം കഴിവിന്റെ പരമാവധി നമ്മൾ സുന്നത്തായ കർമ്മങ്ങളും മറ്റു അമലുകളുമെല്ലാം ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് പെരുന്നാളിന്റെ തലേ ദിവസമാണ് അറഫ ദിവസം. പെരുന്നാളിന്റെ തിരക്കുകളും അതിൻ്റെ വസ്ത്രമെടുക്കലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങലും എന്ന് പറഞ്ഞ് അന്ന് മുഴുവനും അങ്ങാടികളിലൂടെ ചുറ്റിക്കറങ്ങി സാധാരണ ചെയ്യുന്ന അമലുകൾ പോലും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഹതഭാഗ്യര് നമ്മളാരും പെട്ടുപോകരുത്. പരിപൂർണമായി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ അന്നത്തെ പകലിനെ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അന്നത്തെ ഉളുഹിയ്യത്ത് കർമ്മത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു അവരുടെയൊക്കെ ഉളുഹിയ്യത്ത് പരിപൂർണ അമലായി സ്വീകരിക്കട്ടെ. നാളെ സ്വർഗത്തിൽ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.